10ാം ക്ലാസ്സാണ് ജീവിതത്തിൻ്റെ വഴിത്തിരിവ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മളൊക്കെ. ഇപ്പോഴും ഉള്ള ആളുകൾ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നാളെ എസ്എസ്എൽസി റിസൾട്ട് വരും എന്നുള്ള ന്യൂസ് നമ്മളൊക്കെ കേട്ട്. എസ്പെഷ്യലി കേരളത്തിൽ മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുക്കാൻ വരെ പാടുപെട്ട ഒരു സമയത്ത് കൂടിയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ നാളെ നിങ്ങളുടെ റിസൾട്ട് വരും. നല്ല ഹയസ്റ്റ് മാർക്കിൽ ഒരുപാട് ആളുകൾ പാസ്സാവും. ചില ആളുകൾ തോൽക്കും. അപ്പം തോൽക്കുന്നവരോടും മാർക്ക് കുറയുന്നവരോടും ആണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ലൈഫിൻ്റെ എൻ്റയർ ലൈഫിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രം, വെറും 10% മാത്രമാണ് 10ാം ക്ലാസ്. നിങ്ങളിതിൽ തോറ്റു എന്ന് വിചാരിച്ചിട്ടോ, നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും സ്റ്റക്കായി പോയെന്ന് വിചാരിച്ചിട്ടോ ഒന്നും അവസാനിക്കണില്ല. നല്ല മാർക്കിൽ പാസ്സായി 10 A+ ഉള്ള കുട്ടികൾ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവർ കുറേ കാര്യങ്ങൾ ചെയ്യും. അവരുടെ ഫ്ലെക്സുകളും ഫോട്ടോസൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അറിയും. അത് അവരുടെ എഫേർട്ടിനുള്ള റിസൾട്ടാണ്. പഠിക്കാൻ കഴിവ് ഇല്ലാത്തവരും അല്ലെങ്കിൽ വിചാരിച്ചിട്ട് നടക്കാത്തവരൊക്കെ ഉണ്ട്. അവരൊന്നും ഈ സമൂഹത്തിന് വേണ്ടാത്ത ആൾക്കാരല്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റും. എല്ലാവരുടെ ലൈഫിനും ഒരു പർപ്പസ് ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ തോറ്റിക്കണമെന്ന് വിചാരിച്ചിട്ടോ, നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾ ലൈഫിൽ ബാക്കിലേക്ക് പോകാനോ ടെൻഷൻ അടിക്കാനോ നിൽക്കരുത്. ഇത് ജീവിതത്തിൻ്റെ ഒന്നുമല്ല. ഒരു സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ അറിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിക്കാൻ അറിയാത്തൊരു വ്യക്തി ഏത് നാട്ടിൽ പോയാലും എത്ര പഠിച്ചാലും എന്ത് ജോലി ചെയ്താലും അയാൾ സക്സസ് ആവില്ല. അപ്പം നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ്? ഒരു സ്ഥലത്ത് ഒരു പരീക്ഷയ്ക്ക് തോറ്റ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊന്നും അല്ലാണ്ടാവണില്ല. കുറേ ആളുകൾ, കുടുംബക്കാർ കുറ്റം പറയാനുണ്ടാവും, നാട്ടുകാർ ചോദിക്കാനുണ്ടാവും എത്ര മാർക്കുണ്ട്, അവരെന്തായി, മറ്റവൾക്ക് ഇത്ര മാർക്കുണ്ട്, മറ്റവൾക്ക് ഇത്ര മാർക്കുണ്ട്, എൻ്റെ മോനക്ക് എന്താ ഇല്ലാത്തത് എന്നുള്ളത്. എസ്പെഷ്യലി നമ്മളെ മക്കളാണ്. ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. ചിലപ്പോൾ അവർക്ക് മാർക്ക് കുറവായിരിക്കാം. അപ്പോൾ നാട്ടുകാർക്ക് പറഞ്ഞ് ചിരിക്കാനുള്ള ഒരു സംഭവം ആയിക്കോട്ടെ, അതിന് ഞാനും കൂട്ടു നിൽക്കാന്നുള്ളത് ഒരു പാരൻസും ചിന്തിക്കരുത്. ഓൾറെഡി ടെൻഷനും ഇത് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ള വേവലാതിയുള്ള കുട്ടികളാണ്. ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ 2000 കാലഘട്ടത്തിന് ശേഷമുള്ള കുട്ടികൾ മാനസികമായി അത്രയും ശക്തിയുള്ളവരല്ല. ഒരുപാട് തൂങ്ങി മരണങ്ങളും ആത്മഹത്യയും പരീക്ഷ എഴുതിയിട്ട് കിട്ടാത്തതിൻ്റെ മരണങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്കൊന്നും പോകാനുള്ള ഒരു ചാൻസ് നമ്മളായിട്ട് നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. പരീക്ഷനെ പരീക്ഷയായിട്ട് കാണുക. പഠിക്കാൻ കഴിവുള്ളവർ പഠിക്കണം. അബദ്ധങ്ങൾ പറ്റിയതും വെറുതെ സമയം ചിലവാക്കി കളഞ്ഞ ആളുകളും ഉണ്ടാവും. അവർക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കണം. ഈ കുറ്റം പറയാൻ വരുന്ന ആളുകൾ ചിലപ്പം SLC പാസ്സായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരോട് നിങ്ങളെ മാർക്ക് ലിസ്റ്റ് ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചാൽ അവർക്ക് കാണിക്കാനുള്ള വകുപ്പ് ഉണ്ടാവില്ല. അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നാളത്തെ റിസൾട്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത് അത് ധൈര്യമായിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് ബാക്കിയുള്ളവരോട് പറയുക. നിങ്ങളെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുക. നിങ്ങൾക്കൊക്കെ ഒരാളുണ്ടാവും, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ഒരാളുണ്ടാവും. നിങ്ങളുടെ ഫാമിലി ആവാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, ഏത് കാറ്റഗറിയിലുള്ള ആളുകളായിക്കോട്ടെ. നിങ്ങൾക്ക് സക്സസ് ആണെന്ന് തോന്നുന്ന ആളുകളുണ്ടാവും. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. തോറ്റാലും ജയിച്ചാലും ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, എൻ്റെ ഈ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും, നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അവരായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുക, നിങ്ങൾ കാര്യങ്ങൾ പറയുക, ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട്. തീരുമാനം നിങ്ങളാവണം, എന്താണ് ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്.